അഭിലാഷ് ഒന്ന് അങ്ങേ പോലെ നിരാശയോട് കൂടി തന്നെയാണ് ഈ ചർച്ചയിൽ ഞാനും പങ്കെടുക്കുന്നത്. ഇങ്ങനെയൊന്നും അല്ല കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ടതെന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. ഇനി എന്റെ സുഹൃത്ത് അഫ്സല് ഇപ്പോ നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നു. ദയവ് ചെയ്ത് അഭിലാഷ് ഒരു കാര്യം ചെയ്യണം, അതിന്റെ FIR ഒന്ന് പരിശോധിക്കണം. എന്നെ ഒന്നാം പ്രതിയായിട്ട് ഇവർ കേസ് കൊടുത്തു. പോലീസ് അന്വേഷിച്ചു. ഏത് പോലീസ്? പിണറായിയുടെ പോലീസ്. ഞാൻ ആ സ്ഥലത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ജാമ്യം പോലും എടുക്കേണ്ടെന്ന് പറഞ്ഞ് എന്നെ കേസ് നിന്ന് ഒഴിവാക്കി. ആ കാര്യം ആദ്യം അഭിലാഷ് മനസ്സിലാക്കേണ്ടത്. SFIയുടെ ഒരു രാഷ്ട്രീയം അഭിലാഷ് പഠിക്കുന്ന കാലത്ത് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ SFI ഒരു ക്യാമ്പസിൽ ചെയ്യാൻ ഞാനൊന്ന് പറയാം. ഒന്ന് നിൽക്ക അവസരല്ല, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ അവസരം നിങ്ങൾ പറഞ്ഞില്ലേ അഭിലാഷ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരാളെ SFIക്ക് മർദ്ദിക്കണമോ? അത് KC ആട്ടെ, MSF ആട്ടെ, ആരും ആട്ടെ, അവനെതിരെ 2 ആരോപണം. ഒന്ന്, എന്തെങ്കിലും ഞങ്ങളെ പോക്കറ്റ് അടിച്ചു എന്നോ അല്ലെങ്കിൽ ഞങ്ങളെ തോണ്ടി എന്നൊരു ആരോപണം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലെ പെൺകുട്ടികളെ ഏതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുത്തി ആരോപണം ഉണ്ടാക്കും, എന്നിട്ട് ആക്രമിക്കും. ഇത് സ്ഥിരം നമ്പറാണെന്നേ. ഇത് എല്ലാ തവണ ഉണ്ടാകുന്നതാ. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. SFIയുടെ സംസ്ഥാന ഭാരവാഹി ആണല്ലോ ഇരിക്കുന്ന അഫ്സൽ താങ്കൾക്ക് ഒരു വീഡിയോ അയച്ചു എന്ന് ഇവിടെ പറഞ്ഞു. അതിൽ PK നവാസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനിതാ ഈ ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുന്നു, ആ വീഡിയോ അഭിലാഷ് പ്രദർശിപ്പിക്ക്. നവാസിന്റെ ചിത്രമോ ഫോട്ടോയോ എന്തെങ്കിലും ഒന്ന് അതിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ച് അഫ്സൽ പറയുന്ന കാര്യം ചെയ്യാൻ തയ്യാറാണ്. അഫ്സലിനെ പോലെ സംസ്ഥാന ഭാരവാഹി സ്ഥാനത്തിന് തോന്നിവാസം കാണിക്കുന്ന ആളല്ല ഞാൻ. എനിക്കറിയാം എന്റെ മെമ്പർഷിപ്പിൽ ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എന്റെ പിറകിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. ഒന്ന് മിണ്ടാതിരിക്കുന്നത് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. സമയം തന്നല്ലേ നിങ്ങൾ അത് വിശദീകരിക്കട്ടെ, അതിനുശേഷം ഞാൻ അവസരം തരാം. പറഞ്ഞു തീർക്കട്ടെ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്ന് തീർന്നോട്ടെ. പറയട്ടെ അഭിലാഷി, നഷ്ടപ്പെട്ട സമയം എനിക്ക് തരണം. ഞാൻ ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഞാൻ കാണിക്കേണ്ട ഒരു മര്യാദ ഉണ്ട്. എന്താ ഞാൻ കാണിക്കേണ്ട മര്യാദ? എന്റെ മനസ്സിൽ പകയുണ്ടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും വൈകാരികത ഉണ്ടെങ്കിലും ഞാനൊരു പക്ഷേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ, ഞാനൊന്ന് പ്രതികരിച്ചാൽ പിറകിൽ ഇത്തരത്തിൽ പ്രതികരണമായി 100-കണക്കിന് പ്രവർത്തകർ വരും. ആ പ്രവർത്തകർ നിഷ്കളങ്കരാണ്. അഭിലാഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ പറയുന്ന SFIയുടെ സംസ്ഥാന ഭാരവാഹി അഫ്സൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടല്ലോ, ഞങ്ങൾ തിരിച്ചു കൊടുക്കാന്ന്. അത് ഇടുന്നത് എവിടെയാ? EMEA കോളേജിൽ. ഇദ്ദേഹം ആ വരാന്തയിലേക്ക് പോലും വന്നിട്ടില്ല. അവിടെ വന്നതാരാ? SFIയുടെ സാധാരണ പ്രവർത്തകന്മാർ. അവിടെ പ്രശ്നം ഉണ്ടായാൽ ആർക്കാ പരിക്ക്? സാധാരണ SFIക്കാർക്ക്. നേതാക്കന്മാർ സുരക്ഷിതരാണ്. ഇദ്ദേഹം ജില്ലാ പഞ്ചായത്തിലോ വീട്ടിലോ സുഖമായി ഇരുന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാണ്. ഇനി രണ്ടാമത്തെ കാര്യം കൂടി നിങ്ങൾ കേൾക്കണം. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ദുരന്തോ എക്സ്പ്രസിലായിരുന്നു. ഒരു ദുരന്താണെന്ന് എനിക്കറിയാം, ഞാനത് വിശദീകരിക്കുന്നില്ല. എന്തായാലും ഈ ദുരന്തോ എക്സ്പ്രസിൽ പോയ ആള് ഞാൻ വെല്ലുവിളിക്കുക, നിങ്ങളൊന്ന് പറ, നിങ്ങളുടെ ഫോണിന്റെ ടവർ ലൊക്കേഷന് നിങ്ങൾ ചാനൽ പറ, പോലീസ് എഴുതി കൊടുക്ക്, എന്റെ പറഞ്ഞ പരാതി തെറ്റാണ്. അഫ്സലെ ഇയാളൊന്നും മിണ്ടാതിരിക്കും. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. വായിക്കാറാതെ നിങ്ങൾക്ക് സമയത്ത് നിങ്ങൾക്ക് പറയാലോ. നിങ്ങൾ സമയത്ത് ഞാൻ ഇടപെട്ടില്ലല്ലോ. മിണ്ടാതിരിക്കും. ഞാൻ ഈ പറയുന്ന അഫ്സൽ അവിടെ ഇല്ല എന്ന് അദ്ദേഹം തന്നെ എഴുതി കൊടുത്തിട്ട് പിണറായി പോലീസ് അന്വേഷിച്ചിട്ട് അവർ ലൊക്കേഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ 1000 തവണ മാപ്പ് പറയാൻ തയ്യാറാണ്. കാരണം എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വാസമുണ്ട്. പോലീസിന്റെ മധ്യത്തിൽ അവിടെ പതാക ഉയർത്താൻ വന്ന PK നവാസ് നേരിട്ട് കണ്ട ആളല്ലേ നിങ്ങൾ? ഞാൻ നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതെന്ന് അറിയോ? ഇത്രയൊക്കെ ചെയ്തിട്ട് ഈ ചാനൽ ഇങ്ങനെ ചിരിച്ചിരിക്കാൻ എത്രമേൽ ക്രൂരമാണ് നിങ്ങൾ. അഭിലാഷ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, അഭിലാഷ് കേൾക്കണേ. SFI 1970 അവരുടെ സംസ്ഥാന കമ്മിറ്റി ആദ്യമായി വന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. SFI എന്ന പേരിൽ 55ാമത്തെ വർഷം കിടക്കുകയാണ്. അഭിലാഷ് പരിശോധിക്കുക നിങ്ങളുടെ ലൈബ്രറിയിൽ. 55 വർഷത്തെ SFIയുടെ പാരമ്പര്യത്തിനിടയിൽ ഇത്രയേറെ ക്രിമിനൽ കേസിൽ പ്രതികളായ സംസ്ഥാന ഭാരവാഹികളുള്ള ഒരു കാലഘട്ടം SFIയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ മറ്റൊരു വിദ്യാർത്ഥികളെയല്ല, SFIയുടെ ചരിത്രം ഞാൻ പരിശോധിച്ചിട്ട് പറഞ്ഞത്. SFIയുടെ ഈ ഇരിക്കുന്ന അഫ്സൽ ഉൾപ്പെടെ, ആർഷ ഉൾപ്പെടെ, ഈ മറ്റു ഭാരവാഹികൾ ഉൾപ്പെടെ, ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾ പരിശോധിക്കുക. ഇത്രയേറെ ക്രിമിനൽ കേസ്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഒരു മിനിറ്റ്, ഇത്രയേറെ ക്രിമിനൽ കേസിൽ പ്രതികളായ ഒരു ചരിത്രം SFIയുടെ ചരിത്രത്തിൽ ഈ കമ്മിറ്റിയുടെ കാലയളവിൽ ഉണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം കൂട്ടിച്ചേർക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ തെളിവുകൾ നിങ്ങൾ അതിനെ നിസ്സാരമായി കാണരുത്. സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിക്കുന്നു, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അടിക്കുന്നു, അടിച്ച ചിത്രം വേറെ ജോയിന്റ് സെക്രട്ടറി ഫേസ്ബുക്കിൽ ഇടുന്നു, ഒരാൾ വാട്സപ്പിൽ ഇടുന്നു. ഒരു സംഘടന ഒന്നാകെ ഗുണ്ടാ പ്രവർത്തനം നടത്തുന്നു എന്ന വാദത്തിന് അവിടെ അഫ്സൽ മറുപടി പറയും. എനിക്ക് ഇതിൽ കൂടുതൽ സമയമില്ല. സമയം പോകുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ചർച്ചയിൽ ആകെത്തുകയായി SFIയുടെ സംസ്ഥാന സെക്രട്ടറി എനിക്ക് അപേക്ഷിക്കാനുള്ളത്, പാലക്കാടും തൃശ്ശൂരും കോഴിക്കോടും കലോത്സവം നാളെ നടക്കുകയാണ്. അവിടെ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലാതിരിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ദയവ് ചെയ്ത് പ്രവർത്തകർ നിർദ്ദേശം നൽകണം.
അവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. വിദ്യാർത്ഥികളുടെ കലോത്സവം നടക്കട്ടെ. നിങ്ങൾ എന്താ ഇതിനെ ഭയപ്പെടുന്നത്? കലോത്സവം നടക്കട്ടെ. ഒരുപാട് വിദ്യാർത്ഥികളുടെ സർഗശേഷി പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്.